we will look at security issues. Computer virus. A computer virus is a program that can copy itself and infect a computer. Virus എന്താണ്? ഒരു പ്രോഗ്രാമാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. A true virus can only spread from one computer to another. It is often carried on a removable medium such as floppy disk, CD, DVD, USB drive. ഇതിലൂടെയൊക്കെ വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റും, നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാൽവെയർ ഉണ്ട്. മാൽ മീൻസ് സംതിങ് ദാറ്റ് ഇസ് ബാഡ്. അപ്പോൾ മലേറിയ മീൻസ് ബാഡ് എയർ. അപ്പോൾ MAL എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് മീൻസ് സംതിങ് ബാഡ്. സോ മാൽവെയർ അഗെയിൻ it includes a sequence of softwares which can actually affect our system. എന്തൊക്കെയാണ് അതിൽ വരാറുള്ളത്? കമ്പ്യൂട്ടർ വൈറസ് വരാം. കമ്പ്യൂട്ടർ വൈറസ് ഈസ് ആക്ച്വലി എ മാൽവെയർ. Worms, Trojans, rootkits, most rootkits, spyware, adware, crimeware, they're all malicious unwanted softwares. Adware endana? Adware is an abbreviated form of advertising supported software. It is not uncommon to witness its activity since the advertisements are everywhere in the form of pop-ups on the website. Adware, നമ്മൾ ഒരു സൈറ്റ്സ് തുറക്കുമ്പോൾ പെട്ടെന്ന് ആഡ്സ് വരാറില്ല. ഇതൊക്കെയാണ് ആഡ്വെയർ എന്ന് പറയുന്നത്. ക്ലിക്ക് ചെയ്താൽ സ്പ്രെഡ് എമംഗ് കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്, യൂഷ്വലി കോസിങ് ഹാം ടു ദ ഹോസ്റ്റ് by consuming their bandwidth and unnecessarily overloading the web servers. Unlike a virus that needs human activity such as opening a file, running a program, etc. to spread itself, worms are independent of that. അതാണ് ഡിഫറൻസ് വൈറസും വേമും തമ്മിൽ. അത് സ്വന്തമായിട്ട് തന്നെ ഈ നശിപ്പിക്കുന്ന പ്രക്രിയ തുടങ്ങിയിരിക്കുന്നുള്ളതാണ്. ഇറ്റ് ക്യാൻ സെൽഫ് റെപ്ലിക്കേറ്റ് വിത്തൗട്ട് മാനുവൽ ഇൻ്റർഫിയറൻസ്. ഇൻ ജനറൽ വേം സ്പ്രെഡ് ത്രൂ സെൻഡിങ് മാസ് ഇമെയിൽസ്. നമ്മൾ പലപ്പോഴും സെൻഡ് ഇറ്റ് ടു 10 people എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവകോപം ഉണ്ടാവും, ഇത് 10 പേർക്ക് ഇപ്പം തന്നെ അയച്ചോളൂ, അല്ലെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു ആൾക്ക് ഗുണമുണ്ടാവും. ഇങ്ങനെയുള്ള മെസ്സേജുകളിലൊക്കെ കൂടിയാണ് ഈ വേംസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുക. This is why a responsible user must not open literally each kind of file that is sent by somebody unknown. Trojan horse, Trojan വാറിൽ നിന്ന് വന്നിട്ടുള്ള സെയിം കോൺസെപ്റ്റാണ്. ട്രോയിനെ തോൽപ്പിക്കാൻ വേണ്ടി ഗ്രീക്കുകാർ ഒരു വലിയൊരു കുതിരേനെ അവിടെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ട്രോജൻസ് വിചാരിച്ചു ഇവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണെന്ന്. ഒരു കൊട്ടാരത്തിലേക്ക് ഇത് കൊണ്ടുവരും. ആ കുതിരേൻ്റെ ഉള്ളിൽ നിന്ന് രാത്രി സമയത്ത് പട്ടാളക്കാർ പുറത്ത് വന്നിട്ട് ആ നഗരത്തെ നശിപ്പിക്കുന്നതാണ് കഥ. അതുപോലെ തന്നെയാണ് ഈ ട്രോജൻ ഹോഴ്സും ഫംഗ്ഷൻ ചെയ്യുന്നത്. സെയിം കോൺസെപ്റ്റാണ്. ഇറ്റ് അപ്പിയേഴ്സ് എ നോർമൽ ഫയൽ ടു മോസ്റ്റ് യൂസേഴ്സ് ആൻഡ് സോ മോസ്റ്റ് പീപ്പിൾ ഗെറ്റ് ട്രിക്ഡ് ഇൻ ടു ഡൗൺലോഡിങ് ഇറ്റ്. ഇറ്റ് ദെൻ മേക്സ് ദ കമ്പ്യൂട്ടർ വൾണറബിൾ ടു അൺഓത്തറൈസ്ഡ് ആക്സസ് ആൻഡ് ദെർഫോർ ദ അറ്റാക്കർ ക്യാൻ സ്റ്റീൽ ദ എൻഡ് യൂസേഴ്സ് ഡാറ്റ. നമ്മൾ പ്രതീക്ഷിക്കില്ല ഇതിങ്ങനെ സംഭവം ഉണ്ടാവും. നമ്മൾ ഫയൽ ക്ലിക്ക് ചെയ്യും, അത് ആ വൈറസ് നമ്മുടെ ആ ഒരു ട്രോജൻ ഹോഴ്സ് എന്നുള്ള മാലിഷ്യസ് സോഫ്റ്റ്വെയർ നമ്മുടെ ഡാറ്റയെ ആക്സസ് ചെയ്യാൻ തുടങ്ങുന്നുള്ളതാണ്. It can modify the existing files, monitor the user's activities. പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. റൂട്ട് കിറ്റ് ഉണ്ട്. റൂട്ട് കിറ്റ് is a type of malware that is designed to gain access and control a computer system without getting detected by the security programs. അപ്പോൾ ആൻറ്റിവൈറസ് ഒക്കെ ഉണ്ട്, സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒളിഞ്ഞും പാത്തും ഒക്കെ ആയിട്ട് ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യും. Once it is installed, the attacker can execute the file, steal sensitive information and modify the system configurations. It is capable to even edit the security software. ആൻറ്റിവൈറസിനെ തന്നെ മാറ്റാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഈ റൂട്ട് കിറ്റ് മാൽവെയർ. ബഗ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ചില സമയത്ത് ഇതിൽ ബഗ് ഉണ്ട് പറയാറുണ്ട്. ഇപ്പോൾ ബഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൂട്ടയൊക്കെയാണ് നമ്മുടെ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, ബഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലും ബഗ്, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ ബഗ് ഉണ്ട് പറഞ്ഞാൽ ഗ്ലിച്ചസ് വരും, ആ പ്രോഗ്രാമിലേക്ക് വർക്ക് ചെയ്യില്ല. സെയിം കോൺസെപ്റ്റാണ്. മോസ്റ്റ് പ്രോഗ്രാമേഴ്സ് ആർ ഫെമിലിയർ വിത്ത് ദിസ് ടേം. ഇറ്റ്സ് ജസ്റ്റ് എൻ എറർ. എവിടെയോ ഒരു പ്രോഗ്രാമിലുള്ള ഒരു മിസ്റ്റേക്കാണത്, അതുകൊണ്ട് അത് മര്യാദയ്ക്ക് ഫംഗ്ഷൻ ചെയ്യില്ല. ഇറ്റ്സ് എൻ എറർ ദാറ്റ് ഡസ് നോട്ട് അലൗ എ സ്മോൾ പ്രോഗ്രാം ഓർ ആപ്ലിക്കേഷൻ ടു റൺ സ്മൂത്ത്ലി. ഇഫ് എ ബഗ് ഇസ് എ മേജർ വൺ, ഇറ്റ് ക്യാൻ കോസ് എ സിസ്റ്റം ക്രാഷ്. ചിലപ്പോൾ സിസ്റ്റം തന്നെ മൊത്തം ക്രാഷ് ചെയ്യും, വീണ്ടും റീബൂട്ട് ചെയ്യേണ്ടി വരും. The most severe among them all is the security bugs that can bypass user authentication, steal data. ഇതൊക്കെ സംഭവിക്കാം. Then bot ഉണ്ട്. റോബോട്ടിലെ ബോട്ട്. എന്താണ് ബോട്ട്? Bots are designed to automatically perform various tasks. The most familiar bots belong to the search engines that
crawl through websites and list them as per the SEO norms. But it is possible that bots are used in botnets that are basically a collection of computers being controlled by the third parties. This could be prevented using CAPTCHA. നമ്മൾ ചില വെബ്സൈറ്റുകളിൽ പോകുമ്പോൾ ക്യാപ്ച ടെസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഐ ആം നോട്ട് എ റോബോട്ട്, അതായത് ഏതെങ്കിലും ഒരു ബോട്ട് അവിടെ ഇരുന്നിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ ഫില്ല് ചെയ്ത് പോകും, പേര് കൊടുക്കും, ഡാറ്റ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡാറ്റ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപ്ച ടെസ്റ്റ് വെക്കുന്നത്. മനുഷ്യൻ തന്നെയാണ്, ഏതോ ഒരു മാലിഷ്യസ് മാൽവെയർ അല്ല, മാൽവെയർ ആയിട്ടുള്ള ബോട്ടൊന്നല്ല ഇത് ചെയ്യുന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപ്ച ടെസ്റ്റ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് ക്യാപ്ച? CAPTCHA is a test used to detect bots to prove that it's a human who is actually performing this function or trying to open this website. Ransomware, ransom എന്ന് പറഞ്ഞാൽ എന്താ? കിഡ്നാപ്പിംഗ് സമയത്ത് ആ കിഡ്നാപ്പർ ചോദിക്കുന്ന പൈസയാണ് റാൻസം എന്ന് പറയുന്നത്. So some malwares, they infect the system and then they will threaten us with message, unless you pay this much amount we will leak this data or do some damage to you. അങ്ങനെയൊക്കെ ഉണ്ടാവാം. നമ്മുടെ കമ്പ്യൂട്ടറുകളിലൊക്കെ പല പല ഡാറ്റാസ് ഉണ്ടാവാം, പല പല പേഴ്സണൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാവാം, പേഴ്സണൽ വീഡിയോസ് ഉണ്ടാവാം. അതൊക്കെ ഹൈജാക്ക് ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള മാൽവെയർസ് ആണ്. അത് ആക്സസ് ചെയ്യും, അതിനുശേഷം ദേ ക്യാൻ ആക്ച്വലി ബ്ലാക്ക് മെയിൽ പീപ്പിൾ ടു ഗീവ് മണി ഇൻ റിട്ടേൺ. അപ്പോൾ ഹൗ ക്യാൻ വി ഡിറ്റക്ട് ഇഫ് ദർ ഇസ് എ വൈറസ് ഇൻ ദ സിസ്റ്റം? കമ്പ്യൂട്ടറിൽ വൈറസ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? ദർ ആർ 4 മേജർ മെത്തേഡ്സ് ഓഫ് വൈറസ് ഡിറ്റക്ഷൻ ഇൻ യൂസ് ടുഡേ. ഒന്ന് സ്കാൻ ചെയ്യാം, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് കൊടുക്കുക, ആൻറ്റി വൈറസ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് കൊടുക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് യു. ദെൻ ഇൻറ്റഗ്രിറ്റി ചെക്കിങ്. ഇൻറ്റഗ്രിറ്റി ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഫയലിനും ഓരോ പ്രോഗ്രാമിനും അതിൻ്റേതായിട്ടുള്ള ചില സവിശേഷതകളൊക്കെ ഉണ്ടാവാം. അതായത് അത് പെർഫോം ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ അല്ലാതെ എന്തോ ഒരു മാറ്റം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ പറയും, ദർ ഇസ് സം ഫയൽ മിസ്സിങ്. അപ്പോൾ തന്നെ ആ ഫയൽ കറപ്റ്റഡ് ആയി എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും. An integrity checker records the integrity information about important files on disk. Should a file change? വൈറസ് എന്ത് ചെയ്യും? വൈറസ് ഫയലുകളൊക്കെ ചേഞ്ച് ചെയ്യും, മാറ്റും, അതിൻ്റെ ഫീച്ചേഴ്സ് മാറ്റിക്കളയും, അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റിക്കളയും. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഇൻഫർമേഷൻ തരും, എന്തെങ്കിലും ഇവിടെ ഫയലിൽ എന്തൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. അത് മിക്കവാറും വൈറസ് അറ്റാക്ക് ആവാം എന്നുള്ളതാണ് ഒരു സൂചന. Then heuristic virus checking. It's a generic method of virus detection. Antivirus software makers develop a set of rules to distinguish viruses from non-viruses. വൈറസ് ആക്ച്വലി എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മുടെ ഗുണമുള്ള സോഫ്റ്റ്വെയറുകളും ഉണ്ട്, വൈറസുകളും ഉണ്ട്. അപ്പോൾ അത് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആൻറ്റിവൈറസ് ഉണ്ടാക്കുന്ന ആളുകൾ കുറേ ടെക്നീക്സ് ഉപയോഗിക്കാറുണ്ട്. ഒരു സിസ്റ്റം ഓഫ് ആൽഗോരിതം ഉപയോഗിക്കണം. ഇന്ന ഫയലിന് മാറ്റം വന്നു, ഓക്കെ, അടുത്ത ഈ ഫയൽ ഇങ്ങനെ പെരുമാറുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ടിക്ക് വന്ന് യെസ് ഒരു വൈറസ് അറ്റാക്കാണ്. അപ്പോൾ എന്താ ആൻറ്റിവൈറസ് ഇത് വീണ്ടും ഈ വൈറസിനെ ഹണ്ട് ചെയ്ത് പിടിക്കാൻ വേണ്ടി പോകും. പിന്നെ ഇൻ്റർസെപ്ഷൻ സോഫ്റ്റ്വെയർ, ഇറ്റ് ഡിറ്റക്ട്സ് വൈറസ് ലൈക്ക് ബിഹേവിയർ ആൻഡ് വാണ്ട്സ് ദ യൂസർ. അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഫയൽ ഇസ് ട്രൈങ് ടു ആക്സസ് ദിസ്. അപ്പോൾ നമ്മൾ നെറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേക ഫയൽ നെറ്റ് ആക്സസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പകുതിക്ക് വെച്ചത് ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നിട്ട് പറയുകയാണ് ദർ ഇസ് സം പ്രോബ്ലം മേ ബി യു ഹാവ് എ വൈറസ് ഇഷ്യൂ എന്നുള്ളത് ഒരു ഇൻഫർമേഷൻ തരികയാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള വൈറസുകളൊക്കെ ഉണ്ട്. ക്രീപ്പർ വൈറസ് അർപ്പാനെറ്റിനെ ആദ്യകാലത്ത് ബാധിച്ചിട്ടുള്ള ഒരു വൈറസാണ്. ഇൻ്റർനെറ്റിൻ്റെ ദ ഫാദർ ഓഫ് ഇൻ്റർനെറ്റ്, അർപ്പാനെറ്റിനെ ബാധിച്ചിട്ടുള്ള ഒരു വൈറസാണ് ക്രീപ്പർ വൈറസ്. ദിസ് ടേം കംസ് ഫ്രം ദ നോവൽ കോൾഡ് വെൻ ഹാർലി വാസ് വൺ, written by David Gerald. First PC virus was called the brain virus. അതുണ്ടാക്കിയത് ഫറൂഖ് അൽവി ബ്രദേഴ്സാണ്, ലഹോറിൽ, പാകിസ്ഥാനിലാണ് ആദ്യത്തെ ഈ PC വൈറസ് ഉണ്ടാക്കുന്നത്. ഇനി ഈ വൈറസുകളെയൊക്കെ തടുക്കാൻ നമ്മൾ എന്ത് ചെയ്യാം? വി ക്യാൻ യൂസ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. ട്രോജൻ ഹോഴ്സുകളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ തടയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? കാസ്പേർസ്കി, അവാസ്റ്റ്, അവിറ, ക്വിക്ക് ഹീൽ, മെക്കഫി, ഇതൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൻറ്റിവൈറസ് ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആണ്, ത്രൂ വിച്ച് വി ക്യാൻ ആക്ച്വലി ഡീൽ വിത്ത് വൈറസസ്. ക്രിപ്റ്റോഗ്രഫി ഉണ്ട്. ക്രിപ്റ്റിക് പറഞ്ഞാൽ എന്താ? നമ്മൾ കോഡ് ചെയ്യുന്നതാണ്, നമ്മൾ ഇൻഫർമേഷൻ ഒളിപ്പിച്ച് വെക്കുന്നതാണ്. ക്രിപ്റ്റിക് ക്ലൂ എന്നൊക്കെ പറയാറുണ്ട്. Cryptography is another method of protecting information from being destroyed. It is the practice and study of hiding information. ഡാറ്റ ഒളിപ്പിച്ച് വെക്കുക. നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുക്കുമ്പോൾ നമ്മളത് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ക്രിപ്റ്റോഗ്രഫി ഈസ് അപ്ലൈഡ് ഇൻ ATM കാർഡ്സ്.
ATM കാർഡ്സ് ഒക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ക്രിപ്റ്റോഗ്രഫി ഉണ്ട്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് ATMൻ്റെ ഫുൾ ഫോം. പിന്നെ കമ്പ്യൂട്ടർ പാസ്വേഡ്, ഇതിലൊക്കെ ഈ ക്രിപ്റ്റോഗ്രഫിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഇമെയിൽ എല്ലാവരും കയറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. In colloquial use, the term code is often used to mean any method of encryption or concealment of meaning. Cryptography. Cryptolinguistics ഉണ്ട്. The study of characteristics of languages which have some application in cryptography. ഇപ്പോൾ ചില ഭാഷകളൊക്കെ വളരെ കുറച്ച് പേര് സംസാരിക്കുന്നുണ്ടാവുള്ളൂ. യു ക്യാൻ യൂസ് ദിസ് ആസ് എ കോഡ് ലാംഗ്വേജ്. ശത്രുക്കൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇത് നമുക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. വേൾഡ് വാർ 2 നടക്കുന്ന സമയത്ത് അമേരിക്കയിൽ ഒരുപാട് അവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഗോത്രവർഗ്ഗക്കാരുടെ ഭാഷകൾ വളരെ 1-2 ആൾക്കാർക്ക് സംസാരിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവരുടെ ഭാഷ ഉപയോഗിച്ചിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ജർമ്മൻസിന് എന്ത് ചെയ്തിട്ടും ഇത് മനസ്സിലാവുന്നില്ല, ഇവർ എങ്ങനെയാണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം മറ്റുള്ള എല്ലാ കോഡുകളും ഇവർ ക്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ചില എന്താ പറയുക ക്രിപ്റ്റിക് ലാംഗ്വേജുകൾ യൂസ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ലാംഗ്വേജിനെ എങ്ങനെ നമുക്ക് ഹിഡൻ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ പലപ്പോഴും ഇന്ത്യ കളിക്കുമ്പോൾ ഇന്ത്യക്കാർ ചിലപ്പോൾ ഹിന്ദി സംസാരിക്കും, ഇംഗ്ലീഷുകാരാണ് ഇപ്പോൾ ഓസ്ട്രേലിയത്തെ കളിക്കാരൊക്കെ ആണെങ്കിൽ ഹിന്ദി സംസാരിക്കും. അപ്പോൾ ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ട്രൈ ടു കമ്മ്യൂണിക്കേറ്റ്. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഹിന്ദി അറിയുന്നുണ്ടാവും, പക്ഷേ ദേ യൂസ് ദ ലോക്കൽ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ്. ക്രിപ്റ്റോലിംഗ്വിസ്റ്റിക്സ്. So that's it.